അതോറിറ്റേറിയൻ, ലിബർട്ടേറിയൻ, സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് തിയറി വരെ പറഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാലാമത്തെ 4 തിയറീസ് ഓഫ് പ്രസ്സിലെ നാലാമത്തെ തിയറി എന്ന് പറയുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി എന്നാണ് പറയപ്പെടുന്നത്. എൻ്റെ പേര് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി എന്നാണ്. ഇതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സാമൂഹികമായ ഉത്തരവാദിത്വം ജേർണലിസ്റ്റുകൾക്കുണ്ട് എന്ന് പറയുന്ന ഒരു തിയറിയാണ് ഇത്. ഈ തിയറിയുടെ ഒരു പശ്ചാത്തലം പറയുകയാണെങ്കിൽ, എങ്ങനെയാണ് ഈ തിയറി രൂപപ്പെട്ടു വന്നതെന്ന് പറയുകയാണെങ്കിൽ, രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഒരു അമേരിക്കയില് ഈ മാധ്യമങ്ങൾക്ക് മേൽ ശക്തമായ നിയന്ത്രണം വേണം എന്ന് വാദിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. അതായത് there was an argument pressurizing for greater government regulation over mass media. മാസ് മീഡിയയ്ക്ക് ശക്തമായ നിയന്ത്രണം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് ആവശ്യപ്പെടുന്ന കുറെ ആളുകൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ ഉണ്ടായിരുന്നു. ആ ഡിസ്കഷനാണ് ഒരു ഹച്ചിൻസ് കമ്മീഷൻ ഓൺ ഫ്രീഡം ഓഫ് പ്രസ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായത്. ഇത് 1942 ഈ കമ്മീഷൻ പുറത്തു വരുന്നത്. അതിനകത്ത് 2 തരത്തിലുള്ള ആളുകളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ ആളുകൾ എന്ന് പറയുന്നത് ഈ ലിബർട്ടേറിയൻ തിയറിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും, രണ്ടാമത്തേത് ചിക്കാഗോ സ്കൂൾ എന്ന് അറിയപ്പെടുന്ന ടീമാണ്. അവരാണ് ദോസ് ഹു അഡ്വക്കേറ്റഡ് ഫോർ പ്രസ് റെഗുലേഷന് വേണ്ടി വാദിക്കുന്ന ആളുകളുമായിരുന്നു. അങ്ങനെ 2 വിഭാഗം ആളുകൾ ഈ ഹച്ചിൻസ് കമ്മിറ്റിക്കകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഹച്ചിൻസ് കമ്മീഷൻ ആണ് അന്നത്തെ മാധ്യമങ്ങളെ കുറിച്ച്, അത് പ്രത്യേകിച്ച് US മാധ്യമങ്ങളെ കുറിച്ച് പഠിക്കുകയും, എന്നിട്ട് അവരുടെ ഒരു വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാധ്യമങ്ങൾ ഒരു കൂട്ടർക്ക് മാധ്യമങ്ങളുടെ മേൽ ശക്തമായ നിയന്ത്രണം വേണം, മറ്റൊരു കൂട്ടർ മാധ്യമങ്ങൾ നിയന്ത്രണത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന ഒന്നായിരിക്കണം, ലിബറലായി പ്രവർത്തിക്കേണ്ട ഒന്നാണ് എന്നുള്ള വാദഗതിയാണ് ഉണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിൽ 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള ചർച്ചകളുടെ ഭാഗമായിട്ട് അവസാനം ഉണ്ടായ ഒരു ഈ ഹച്ചിൻസ് കമ്മീഷനകത്ത് കൂടുതൽ ആളുകളും ചിക്കാഗോ സ്കൂളിന്റെ സിമ്പതൈസേഴ്സ് ആണ്. അതായത് ഒപ്പോസ് ഐഡിയ ഓഫ് ഡയറക്ട് കൺട്രോൾ ഓഫ് പ്രസ് ബൈ ദ അതോറിറ്റിയിൽ നിന്ന് ഡയറക്റ്റ് കൺട്രോൾ ഉണ്ടാവുന്നതിനെ എതിർത്തിരുന്ന ആളുകളായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അവർ ദേ ഡു നോട്ട് ഫേവർ ദ ഐഡിയ ഓഫ് എ പ്രസ് കൗൺസിൽ വിത്ത് റെഗുലേറ്ററി പവർ, സൈറ്റിംഗ് ദ ചാൻസസ് ഓഫ് എക്സസൈസിങ് എക്സസീവ് പവർ ടു കൺട്രോൾ മീഡിയ. അപ്പൊ മീഡിയ നിയന്ത്രിക്കാനായിട്ട് പ്രസ് കൗൺസിൽ പോലുള്ള സ്ഥാപനങ്ങൾ പോലും വേണ്ട എന്നായിരുന്നു അവരുടെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു. അവസാനം ഫൈനലി ദ കമ്മീഷൻസ് റിപ്പോർട്ട്സ് ബിക്കം എ സിന്തസിസ് ഓഫ് മെനി കോൺഫ്ലിക്റ്റിംഗ് ഐഡിയാസ് ഓൺ മീഡിയ റെഗുലേഷൻസ്. അപ്പൊ ഇവർ 2 കൂട്ടരും ഇതിനകത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവർ ഉണ്ടാക്കിയെടുത്ത ഒരു തിയറിയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി എന്ന് പറയാം. ഇറ്റ് സ്ട്രെസ് ദ റിക്വയർമെന്റ് ഓഫ് ആൻ ഇൻഡിപെൻഡന്റ് പ്രസ് ദാറ്റ് സ്ക്രൂട്ടനൈസ് അതർ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഷാൾ പ്രൊവൈഡ് ആക്യുറേറ്റ്, ഫെയർ, ഒബ്ജക്റ്റീവ് ഇൻഫർമേഷൻ എന്നാണ്. അപ്പോൾ അത് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള മാധ്യമങ്ങൾ, പ്രസ്സാണ് വേണ്ടത്. പക്ഷെ മറ്റ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ സ്ക്രൂട്ടനൈസ് ചെയ്യുകയും അതുപോലെ ആക്യുറേറ്റ് ആയിട്ടും ഫെയർ ആയിട്ടും ഒബ്ജക്റ്റീവ് ആയിട്ടും ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നായിരിക്കണം മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, ജേർണലിസ്റ്റും മറ്റ് ആളുകൾക്കും, അതായത് മീഡിയ പേഴ്സൺസും ഒരു പവർ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ലൈഫിൽ അവർക്ക് ഉണ്ട് എന്ന് പറയും. അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഒരു അക്സെപ്റ്റൻസ്, ക്രെഡിബിലിറ്റിയും സാധാരണ ആളുകളെക്കാളും പൊതുസമൂഹത്തിൽ ജേർണലിസ്റ്റുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ദേ ആർ റെസ്പോൺസിബിൾ ഫോർ എവരി വേർഡ് ദേ അട്ടർ. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന ഓരോ വാക്കിനും ഉത്തരവാദിത്തമുണ്ട്. എവരി ആക്ഷൻ ദേ ടേക്ക്, അവരെടുക്കുന്ന നടപടികൾ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട്, അവരുടെ പ്രൊഫഷണൽ കോണ്ടാക്ടിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നത്. അപ്പോൾ ദേ ആർ എക്സ്പെക്ടഡ് ടു കോൺട്രിബ്യൂട്ട് ടു സോഷ്യൽ ഹാർമണി ആൻഡ് പീസ്. അപ്പോൾ അവരെന്ത് ചെയ്യണം? അവര് സാമൂഹികമായ ഐക്യത്തിനും സമാധാനത്തിനും വേണ്ടി പ്രവർത്തിക്കുകയും, ഒപ്പം ദേ ഷുഡ് ബിക്കം ദ വോയിസ് ഓഫ് ദ വോയിസ്ലെസ്, ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായിട്ട് മാറുകയും ഒരു പ്ലൂറലിസ്റ്റിക് സൊസൈറ്റിക്ക് ആവശ്യമായ സംഭാവനകൾ നൽകുന്നവരായിരിക്കണം മാധ്യമ പ്രവർത്തകർ എന്നാണ് ഈ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി പറയുന്നത്. അപ്പോൾ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം ഇങ്ങനത്തെ പല ഐഡിയാസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 വിഭാഗക്കാരുണ്ടായിരുന്നു. അവർ തമ്മിലുള്ള തർക്കങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായെങ്കിലും അവസാനം ഇതിന്റെയൊക്കെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു സാധനമാണ് വന്നത്. അവരാണ് പറഞ്ഞത്, ഇതിനെയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി എന്ന് പിന്നീട് അറിയപ്പെട്ടത്. ഈ ഹച്ചിൻസ് കമ്മീഷൻ റിപ്പോർട്ടാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി ആയി ഡെവലപ്പ് ചെയ്തു വന്നത്. ഇറ്റ് സ്ട്രെസ്
റിക്വയർമെന്റ് ഓഫ് ആൻ ഇൻഡിപെൻഡന്റ് പ്രസ്. അത് സ്വതന്ത്രമായി തന്നെ മാധ്യമങ്ങൾ നിലനിൽക്കണമെന്ന് തന്നെയാണ് വാദിച്ചത്. പക്ഷേ അവയ്ക്ക് ചില ഉത്തരവാദിത്തങ്ങളും കടമകളും ഉണ്ട് എന്നാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി പുട്ട് ഫോർവേഡ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പൊ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി ഓഫ് ദ പ്രസ് ഇസ് എ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദ മീഡിയ ദാറ്റ് ഹൈലൈറ്റ് ദ റോൾ ഓഫ് മീഡിയ ഇൻ പ്രൊമോട്ടിംഗ് ദ പബ്ലിക് ഇൻട്രസ്റ്റ്. പൊതു താല്പര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുകയും സൊസൈറ്റിയുടെ വാൺസിനെ സെർവ് ചെയ്യുന്നതുമായിരിക്കണം. അതായത് സൊസൈറ്റിയുടെ ആവശ്യങ്ങൾക്ക് ഉതകുന്നതുമാകണം പ്രസ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അക്കോർഡിംഗ് ടു ദിസ് തിയറി, ദ മീഡിയ ഷുഡ് ബി കൺസേൺ വിത്ത് പ്രൊവൈഡിംഗ് ആക്യുറേറ്റ് ആൻഡ് ഇംപാർഷ്യൽ ഇൻഫർമേഷൻ ആൻഡ് സെർവിംഗ് ദ ബ്രോഡർ സോഷ്യൽ ആൻഡ് പബ്ലിക് ഗുഡ്. അപ്പോൾ എന്തായിരിക്കണം ഈ തിയറി പ്രകാരം? മീഡിയ ഷുഡ് ബി കൺസേൺഡ് വിത്ത് പ്രൊവൈഡിംഗ് ആക്യുറേറ്റ് ആൻഡ് ഇംപാർഷ്യൽ ഇൻഫർമേഷൻ. കൃത്യമായിട്ടും അതായത് ഇംപാർഷ്യലുമായിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് ഓൾസോ സെർവ് ദ ബ്രോഡർ സോഷ്യൽ ആൻഡ് പബ്ലിക് ഗുഡ്. സമൂഹത്തിന് എന്ത് ചെയ്യണം? സാമൂഹികമായും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് ആണ് ഇത് പറഞ്ഞത്. അപ്പോൾ ദിസ് തിയറി ഹെൽപ് ദാറ്റ് ദ മീഡിയ the media has to promote democratic ideals. ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിക്കണം മാധ്യമങ്ങൾ എന്നുള്ളതാണ് ഇതിന്റെ കാതൽ എന്ന് പറഞ്ഞാൽ. സച്ച് ആസ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, അതൊക്കെ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഒന്നായിരിക്കണം മാധ്യമ പ്രവർത്തനം. സൊസൈറ്റി ഫെയർ ആയിട്ടും ഡെമോക്രാറ്റിക് മാനറിലും പ്രവർത്തിക്കാനായിട്ട് മാധ്യമങ്ങൾ സഹായിക്കണം എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി കൺസിഡേഴ്സ് ഇത് ഇറ്റ്സ് അഡ്വക്കേറ്റ്സ് ഫോർ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. ഫ്രീഡം ഓഫ് എക്സ്പ്രഷന് വേണ്ടി വാദിക്കുകയും ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റീസ് മാധ്യമപ്രവർത്തകർക്ക് ഉണ്ട് എന്ന്, അതായത് ഉന്നതമായ അല്ലെങ്കിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് വഹിക്കാനുണ്ട്, സമൂഹത്തിൽ വഹിക്കാനുണ്ട് എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതായിരുന്നു ഈ തിയറിയുടെ കാതൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ തിയറി ഇൻഡിവിജ്വൽ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷന് ഒരു കൾച്ചറൽ പ്ലൂറലിസ്റ്റിക് സൊസൈറ്റിയിൽ അവർക്ക് പറ്റാവുന്ന രീതിയിൽ ഒരു നല്ല സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവരാകണം മാധ്യമ പ്രവർത്തകർ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മാസ് മീഡിയ ഒരു ഡെമോക്രസിക്ക് ഒരു സംരക്ഷിക്കുന്ന ഒരു വാള് പോലെ പ്രവർത്തിക്കണമെന്നൊക്കെയാണ്. അതായത് ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന ഒരു മതിലായി മാധ്യമ പ്രവർത്തനം മാറണം എന്നാണ് ഇതിനു വേണ്ടി വാദിച്ച ആളുകൾ പറഞ്ഞത്. ഇതായിരുന്നു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഡെനീസ് മാക്വൽ എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ സ്കോളർ കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ കൂടി പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, മാസ് മീഡിയ ഷുഡ് അക്സെപ്റ്റ് ആൻഡ് ഫുൾഫിൽ സെറ്റഡ് ഒബ്ലിഗേഷൻസ് ടു സൊസൈറ്റി. അതായത് മാസ് മീഡിയകൾക്ക് സമൂഹത്തിൽ ചില ഉത്തരവാദിത്തങ്ങളും കടമകളും ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ്. അതാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതായത് ഒരു സാമൂഹികമായ കടമ മാധ്യമങ്ങൾക്ക് സമൂഹത്തിൽ പ്രവർത്തിക്കാനായിട്ടുണ്ട്. രണ്ടാമത്തത് അത് പക്ഷെ എങ്ങനെയായിരിക്കണം ഈ ഇൻഫർമേഷൻസ് കൃത്യമായി ട്രൂത്ത് ആയിട്ട് ആക്യുറസി ബാലൻസ് ഈ രീതിയിലായിരിക്കണം ഈ വിവരങ്ങൾ സമൂഹത്തിൽ അറിയിക്കേണ്ടത്. കൃത്യമായും ബാലൻസ്ഡ് ആയിരിക്കണം, അതുപോലെ ആക്യുറേറ്റ് ആയിരിക്കണം, സത്യസന്ധമായിട്ടും വിവരങ്ങൾ ജനങ്ങളുമായി പങ്കുവെക്കണം. അതാണ് ഡെനീസ് മക്കൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴും മാധ്യമങ്ങൾ അവരുടേതായ ഒരു സെൽഫ് റെഗുലേറ്ററി ഈ വിത്തിൻ ദ ഫ്രെയിംവർക്ക് ഓഫ് ലോ ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അവരുടേതായ ഒരു സെൽഫ് റെഗുലേഷൻസ് വേണം. അതായത് ഗവൺമെന്റിന്റെ ഇടപെടലുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസ് കൗൺസിൽ പോലുള്ള ഇടപെടലുകളോ അതീതമായി സ്വന്തമായി ചില റെഗുലേഷൻസ്, സെൽഫ് റെഗുലേഷൻസ് മാധ്യമ പ്രവർത്തനം നടത്തുമ്പോൾ ഈ ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തകർ ഏർപ്പെടുത്തണം എന്നാണ് ഡെനീസ് മക്വൽ പറഞ്ഞ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ മീഡിയ ഷുഡ് അവോയ്ഡ് കണ്ടന്റ്സ് ദാറ്റ് മേ ലീഡ് ടു ക്രൈം. അതായത് കുറ്റകൃത്യങ്ങളെയും വയലൻസിനെയും അല്ലെങ്കിൽ സിവിൽ ഡിസോർഡറിനെയും അല്ലെങ്കിൽ മൈനോറിറ്റി ഗ്രൂപ്പ്സിനെതിരായിട്ടുള്ള വാർത്തകളെ കൊടുക്കുന്നത് ഒഴിവാക്കണം എന്നാണ് നാലാമത്തെ പോയിന്റായി ഡെനീസ് മക്വൽ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സമൂഹത്തിനോട് ഒരു കടമ മാധ്യമപ്രവർത്തകർക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനത്തിന് ഉണ്ടാകും എന്നാണ് ഡെനീസ് മക്വൽ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മീഡിയ ഒരു പ്ലൂറലിസ്റ്റ് ആയിരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ വിവിധങ്ങളായ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ
മാധ്യമങ്ങൾക്കുള്ള ഒരു വേദിയാണ് മാധ്യമപ്രവർത്തനം. അവരുടെ സൊസൈറ്റിയുടെ ഡൈവേഴ്സിറ്റിക്ക് അനുസൃതമായി വേരിയസ് പോയിന്റ് ഓഫ് വ്യൂസും അതുപോലെ റൈറ്റ് ടു റിപ്ലൈക്കും വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒന്നായിരിക്കണം മാധ്യമപ്രവർത്തനം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ സൊസൈറ്റി പബ്ലിക്കിനും എന്ത് ചെയ്യണം, ഈ സൊസൈറ്റിയും പബ്ലിക്കും മാധ്യമപ്രവർത്തനത്തിൽ നിന്ന് ഒരു ഹൈ എക്സ്പെക്ടേഷൻസ് ആണ് ഉണ്ടാവുക. അതായത് മാധ്യമപ്രവർത്തനത്തിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകൾക്കും അതുപോലെ ആ പെർഫോമൻസിലും അവർക്ക് വലിയ പ്രതീക്ഷകളാണ് ഉണ്ടാവുക. അത് പൂർത്തീകരിക്കുന്ന ഒന്നായിരിക്കണം മാധ്യമപ്രവർത്തനം എന്നാണ് ഡെനീസ് മക്വെൽ ഈ തിയറി ബേസ് ചെയ്ത് പറഞ്ഞ ഒരു കാര്യം. അപ്പോൾ ജേർണലിസ്റ്റും മീഡിയ പ്രൊഫഷണൽസും സൊസൈറ്റിയോടായിരിക്കണം അക്കൗണ്ടബിൾ, സമൂഹത്തോടായിരിക്കണം അവർക്ക് ഉത്തരവാദിത്തം ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ ആസ് വെൽ ആസ് എംപ്ലോയേഴ്സ് ആൻഡ് ദ മാർക്കറ്റ്, അവർക്ക് അതോടൊപ്പം തന്നെ എംപ്ലോയേഴ്സിനോട്, ആരാണോ തൊഴിൽ നൽകുന്ന അവരോടും സാമൂഹികമായ ഉത്തരവാദിത്തമുണ്ട് എന്നാണ് ഡെനീസ് മക്വെലും അതുപോലുള്ള ബാരൻ ജെ ആൻഡ് ഡേവിസ് ഡി കെ എന്നൊക്കെ പറയുന്ന കമ്മ്യൂണിക്കേഷൻ സ്കോളേഴ്സ് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശകലനം ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സാമൂഹ്യ ഉത്തരവാദിത്തമുള്ള മാധ്യമ പ്രവർത്തനമാണ് സമൂഹത്തിന് അത്യാവശ്യം എന്നാണ് ഈ വാദഗതിയെ അംഗീകരിക്കുന്ന മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കോളേഴ്സ് പറഞ്ഞത്. ഇതാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതായത് ഇന്നത്തെ പ്രത്യേകിച്ച് ഡെമോക്രാറ്റിക് സൊസൈറ്റിയിൽ ഇത്തരത്തിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി റിമെയിൻസ് റെലവൻറ്റ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്ന് സോഷ്യൽ മീഡിയ പോലുള്ള കാര്യങ്ങൾ വന്നപ്പോൾ, നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ വന്നപ്പോൾ, ഇന്ന് മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ മീഡിയ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് ഒരു ഡൈവേഴ്സ് ഫ്രാഗ്മെന്റഡുമായിട്ട് മാറിക്കഴിഞ്ഞു. വൈവിധ്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ മാധ്യമ പ്രവർത്തനത്തിന് ഇന്ന് വലിയധികം ചലഞ്ചസ് നേരിടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പക്ഷെ അതേ സമയത്ത് ഇന്റർനെറ്റ് ഇൻഡിവിജ്വൽസിനും ഗ്രൂപ്പിനും അവരുടേതായ വ്യൂ പോയിന്റ്സും അവരുടെ കാഴ്ചപ്പാടുകളും അവതരിപ്പിക്കാനുള്ള ഒരു വേദിയായി മാറുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മുടെ ഇടയിൽ പ്രചരിക്കുന്നതിനും മറ്റുമൊക്കെ കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മീഡിയ ഓർഗനൈസേഷൻസിന് വളരെയധികം ഉത്തരവാദിത്തമാണ് ഇന്നത്തെ കാലത്ത് ഉണ്ടാവുക. സമൂഹത്തോട് ശരിയായി എന്താണ് നമ്മുടെ സമൂഹത്തിന് ചുറ്റും നടക്കുന്നതെന്നുള്ള വ്യക്തമായ ഒരു ചിത്രം നൽകാൻ മാധ്യമ പ്രവർത്തകർക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു കാതൽ എന്ന് പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിലെ മാധ്യമ പ്രവർത്തകത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് നാലാമത്തെ തിയറി എന്ന് പറയുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി എന്നാണ് ഇതിന്റെ പേര്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് രണ്ട് വിഭാഗം ആളുകളുടെ ചർച്ചകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി എന്ന് പറയുന്നത്. അത് അമേരിക്കയിലാണ് ഇത്തരത്തിലുള്ള ഒരു ചർച്ച വന്നത്. അതിന് ആ കമ്മീഷന്റെ പേര് ഹച്ചിൻസ് കമ്മീഷൻ ആണ്. അതായത് മാധ്യമ പ്രവർത്തനത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി, ഫ്രീഡം ഓഫ് ദ പ്രസിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി അമേരിക്കയിൽ ഉണ്ടായ അല്ലെങ്കിൽ അമേരിക്കയിൽ സ്ഥാപിക്കപ്പെട്ട ഒരു കമ്മീഷൻ ആയിരുന്നു ഹച്ചിൻസ് കമ്മീഷൻ. അതിൽ രണ്ട് വിഭാഗം ആളുകളായിരുന്നു ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ഒരു വിഭാഗം ആളുകൾ പൂർണ്ണമായും മാധ്യമ പ്രവർത്തനം ലിബർട്ടേറിയൻ സ്കൂൾ എന്ന് പറയുന്ന കൺസെപ്റ്റിലുള്ള ആളുകളും, രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് എന്താണ്, മാധ്യമങ്ങൾക്ക് ശക്തമായ നിയന്ത്രണം വേണമെന്ന് ആവശ്യപ്പെടുന്ന വിഭാഗവുമായിരുന്നു. പക്ഷേ ഈ കമ്മിറ്റിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നത് എന്തായിരുന്നു, ഈ ലിബർട്ടേറിയൻ തിയറിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുന്ന ആളുകളായിരുന്നു. അതിന്റെ ഫലമായി ഈ ചർച്ചകൾക്കൊടിയിൽ ഉണ്ടായ ഒരു റിപ്പോർട്ട് വന്നതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി എന്ന് പറയുന്നത്. അതായത് ഇൻഡിപെൻഡന്റ് പ്രസ് ആയിരിക്കണം, പക്ഷേ സാമൂഹികമായ ചില ഉത്തരവാദിത്തങ്ങൾ മാധ്യമ പ്രവർത്തനത്തിനുണ്ട് എന്ന് ആണ് ഈ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി ഓഫ് ദ പ്രസ് ഈസ് എ പോയിന്റ് ഓഫ് വ്യൂ ദാറ്റ് മീഡിയ ഹൈലൈറ്റ് ദ റോൾ ഓഫ് മീഡിയ ഇൻ പ്രൊമോട്ടിംഗ് ദ പബ്ലിക് ഇൻട്രസ്റ്റ്. പൊതുജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒന്നാവണം മാധ്യമ പ്രവർത്തനം. അല്ലെങ്കിൽ ഈ മീഡിയ ഷുഡ് ബി കൺസേൺ വിത്ത് പ്രൊവൈഡിങ്, അത് എങ്ങനെയാണ്, ഇറ്റ് ഷുഡ് പ്രൊവൈഡ് ആക്യുറേറ്റ്, അതുപോലെ തന്നെ എന്താണ്, impartial information and serving the broader social and public good. സാമൂഹികമായി സമൂഹത്തിന് ഉതകുന്ന തരത്തിൽ വാർത്തകൾ കൃത്യമായും സത്യസന്ധമായും അല്ലെങ്കിൽ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശത്തെ എല്ലാം സത്യസന്ധമായി ഈ കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മീഡിയക്ക് ഡെമോക്രാറ്റിക്സ് ഐഡിയൽ ഒരു സൊസൈറ്റിയിൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും അത് ഉറപ്പുവരുത്തുന്നതിനും അതുപോലെ തന്നെ സൊസൈറ്റിയിലെ ഫെയർ ആയിട്ട് ഡെമോക്രാറ്റിക് മാനറിൽ കാര്യങ്ങൾ നടക്കുന്ന
നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താനും മാധ്യമപ്രവർത്തകർക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി പറയുന്നത്. അപ്പോൾ ഒരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷന് ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റീസ് ആണ് അവർ പറയുന്നത്. ഈ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തങ്ങളാണ് ഈ തിയറി പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. മീഡിയ എന്ന് പറയുന്നത് ഒരു സർവീസ് ആണ്, ഒരു സേവനമാണ്, സമൂഹത്തിലെ തോട് നടത്തേണ്ട ഒരു കടമയാണ് മാധ്യമപ്രവർത്തനം എന്നാണ് ഇവർ പറയുന്നത്. അതിനെക്കുറിച്ച് പല കമ്മ്യൂണിക്കേഷൻ സ്കോളേഴ്സും ഒക്കെ ഇതിനെക്കുറിച്ച് ഒരുപാട് കൂടുതൽ വിശകലനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡെനീസ് മെക്കുൽ എന്ന് പറയുന്നത്. ഡെനീസ് മെക്കുലിനെ എല്ലായിടത്തും കോട്ട് ചെയ്യുന്നതിന് കാരണം എന്ന് പറയുന്നത് ഹീസ് കൺസിഡർഡ് ആസ് ദ വൺ അമംഗ് ദ ബെസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സ്കോളേഴ്സ്, കമ്മ്യൂണിക്കേഷൻ റിസർച്ച് സ്കോളർ ആയതുകൊണ്ടാണ് ഡെനീസ് മെക്കുലിനെ നമ്മൾ എല്ലായിടത്തും കോട്ട് ചെയ്യുന്നത്. അദ്ദേഹം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറിക്ക് ചില അദ്ദേഹത്തിൻ്റെതായ എക്സ്പ്ലനേഷൻസ് നൽകി. അതായത് പറയുന്നത് മാസ് മീഡിയ ഷുഡ് അക്സെപ്റ്റ് ആൻഡ് ഫുൾഫിൽ സർട്ടൻ ഒബ്ലിഗേഷൻസ് ടു സൊസൈറ്റി. സമൂഹത്തോട് ചില കടമകൾ എന്ത് ചെയ്യണം, പൂർത്തീകരിക്കേണ്ടത് മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. രണ്ടാമത്തേത് ആ ഒബ്ലിഗേഷൻസ് അത് പക്ഷെ പറയുമ്പോഴും നമ്മൾ കൃത്യമായ ഇൻഫർമേഷൻസ്, അതായത് ട്രൂത്ത്, ആക്യുറേറ്റ് ആൻഡ് ബാലൻസ് ആയിട്ടായിരിക്കണം ഈ കാര്യങ്ങൾ എത്തിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഉത്തരവാദിത്തം നമ്മൾ നടപ്പിലാക്കുമ്പോൾ മീഡിയ ഒരു സെൽഫ് റെഗുലേറ്ററി നടപടികൾ സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. അതായത് അത് എവിടെയാണോ പ്രവർത്തിക്കുന്ന രാജ്യത്തിന്റെ നിയമത്തിനും എസ്റ്റാബ്ലിഷ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും അകത്ത് നിന്നുകൊണ്ട് സ്വയം ഒരു കൺട്രോൾ മാധ്യമ പ്രവർത്തനത്തിന് മേൽ ഉണ്ട്. അതായത് വെളിയിൽ നിന്നുള്ള നിയന്ത്രണങ്ങൾ ഒന്നും മാധ്യമപ്രവർത്തനം, അതായത് ഗവൺമെന്റിന്റെ ഈവൻ പ്രസ് കൗൺസിൽ പോലുള്ള സ്ഥാപനങ്ങൾ പോലും വേണ്ട എന്ന് ആണ് പല ഈ ലിബർട്ടേറിയൻ തിയറീസ് ഫുഡ് ഫോർവേഡ് ചെയ്യുന്ന ആളുകൾ പറയുന്നെങ്കിലും ഈ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറിക്കകത്ത് ഡെനീസ് മെക്കുൽ പറയുന്നത് അത്തരത്തിൽ ഇത് ഉണ്ടെങ്കിൽ പോലും അവയ്ക്കൊന്നും ഇടപെടാൻ അവസരം ഉണ്ടാക്കാതെ സെൽഫ് റെഗുലേറ്ററി ആയിരിക്കണം മാധ്യമ പ്രവർത്തനം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ മീഡിയ ഷുഡ് അവോയ്ഡ്, അതുപോലെ തന്നെ അദ്ദേഹം ഏറ്റവും പറഞ്ഞ ഒരു പ്രധാനപ്പെട്ടത് മീഡിയ ഷുഡ് അവോയ്ഡ് കണ്ടന്റ്സ് ദാറ്റ് മേ ലീഡ് ടു ക്രൈം. ഒരു ക്രൈമിലേക്ക് ലീഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ വയലൻസിലേക്ക് ലീഡ് ചെയ്യുന്നതോ സിവിൽ ഡിസോർഡറിലേക്ക് വരുന്നതുമായുള്ള കണ്ടന്റുകളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കണ്ടന്റുകൾ മാധ്യമപ്രവർത്തകർ ഒരിക്കലും അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗമായി മാധ്യമങ്ങളിൽ വരാൻ പാടില്ല എന്നാണ്. അതുപോലെ തന്നെ ഒഫൻസ് ടു മൈനോറിറ്റി ഗ്രൂപ്പ്, അദ്ദേഹം പറഞ്ഞ അതുപോലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായിട്ട് കുറ്റകൃത്യങ്ങൾ പ്രേരകമാകുന്ന വാർത്തകളും മറ്റും മാധ്യമപ്രവർത്തകർക്ക് കൊടുക്കാൻ പാടില്ല എന്നാണ് ഡെനീസ് മെക്കൽ പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു പ്ലൂറലിസ്റ്റ് ആയിരിക്കണം മാധ്യമപ്രവർത്തനം, എപ്പോഴും വിഭിന്നങ്ങളായ സ്വരങ്ങൾക്ക് ഒരേപോലെ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നായിരിക്കണം മാധ്യമപ്രവർത്തനം. അത് സൊസൈറ്റിയുടെ ഡൈവേഴ്സിറ്റിക്ക് അത് റിഫ്ലക്ട് ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് വേരിയസ് പോയിന്റ് ഓഫ് വ്യൂസും, അതായത് പല തലങ്ങളിലുള്ള ആളുകളുടെ അഭിപ്രായം രൂപീകരിച്ചു വരുന്നതിന് മാധ്യമപ്രവർത്തനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾക്ക് മാധ്യമപ്രവർത്തനത്തിൽ സ്ഥാനം നൽകണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ സൊസൈറ്റിക്ക് എന്താണ് അതുപോലെ തന്നെ സൊസൈറ്റി മാധ്യമപ്രവർത്തകരിൽ നിന്ന് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവരുടെ ഇടപെടൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് പബ്ലിക് ഗുഡിനായിരിക്കണം, അതായത് പൊതുജനങ്ങൾക്ക് നല്ലതിനായിരിക്കണം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ജേർണലിസ്റ്റും മീഡിയ പ്രൊഫഷണൽസും സൊസൈറ്റിയോട് എപ്പോഴും അക്കൗണ്ടബിൾ ആയിരിക്കും എന്നാണ് ഇതിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറിക്ക് വേണ്ടി വാദിക്കുന്ന ആളുകൾ പറയുന്നത്. ജേർണലിസ്റ്റിനും മീഡിയ പ്രൊഫഷണൽസിനും ദേ ഷുഡ് ബി അക്കൗണ്ടബിൾ ടു സൊസൈറ്റി. എപ്പോഴും സമൂഹത്തോട് കടപ്പെട്ടവർ അല്ലെങ്കിൽ അവരോട് ഒരു ഉത്തരവാദിത്തമുള്ളവരായിരിക്കും മാധ്യമപ്രവർത്തനം എന്നാണ് പറയുന്നത്. പക്ഷെ ചില ക്രിറ്റിസിസം ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറിക്കായിട്ട് പറയുന്നുണ്ട്. ചില രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി വരികയാണെങ്കിൽ അതൊരു സെൻസർഷിപ്പിലോ അല്ലെങ്കിൽ സപ്രഷൻ ഓഫ് ദ ഫ്രീ സ്പീച്ചിലോ ഒക്കെ ലീഡ് ചെയ്യാനുള്ള സാധ്യത ഇതിനുണ്ട് എന്നുള്ള വിമർശനമൊക്കെ ഉണ്ട്. അപ്പൊ മീഡിയ എന്ന് പറയുന്നത് പബ്ലിക് ഇൻട്രസ്റ്റും സമൂഹത്തിന്റെ നീഡ്സും ഒക്കെ സെർവ് ചെയ്യുന്ന ഒന്നാകുമ്പോൾ ചിലപ്പോൾ ഇറ്റ് മേ ബി പ്രഷറൈസ് ടു സെൻസർ ഇൻഫർമേഷൻ ഓർ സെൽഫ് സെൻസർ ടു അവോയ്ഡ് കോൺട്രവേഴ്സറി ഓക്കോട്ടിസ്. അത് ചില സമയത്ത് കോൺട്രവേഴ്സി ഒഴിവാക്കാനോ ക്രിറ്റിസിസം ഒഴിവാക്കാനോ ഒക്കെ വേണ്ടിയിട്ട് മാധ്യമ പ്രവർത്തകർ എന്ത് ചെയ്യും, ചിലപ്പോൾ ചില വാർത്തകൾ മൂടി വെക്കാനോ അല്ലെങ്കിൽ ചില വാർത്തകൾ കൊടുക്കാതിരിക്കാനോ ഒക്കെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് ഇതിനെ വിമർശിക്കുന്ന ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒബ്ജക്റ്റീവായിട്ട് പലപ്പോഴും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിട്ടോ ഇമ്പാർഷ്യൽ ആയിട്ടോ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ ഇതിന് കഴിയാതെ വരും എന്നാണ് ഇതിനെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറിയെ വിമർശിക്കുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്.
പ്രത്യേകിച്ച് ഡെമോക്രാറ്റിക് സൊസൈറ്റിയിലാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറിക്ക് വളരെയധികം പ്രാധാന്യമുള്ളത്. അപ്പോൾ ഇറ്റ് ക്യാൻ ഗൈഡ് മീഡിയ ഓർഗനൈസേഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ജേർണലിസ്റ്റ് ടു പ്രയോറിറ്റൈസ് ആക്യുറസി. അപ്പോൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജേർണലിസ്റ്റുകളെയും അതുപോലെ തന്നെ മീഡിയ ഓർഗനൈസേഷനും ആക്യുറസി, ഫെയർനെസ്, പബ്ലിക് സർവീസ്, ഈ 3 കാര്യങ്ങൾ അവരുടെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമാക്കാൻ പ്രേരകമാകുന്ന ഒന്നാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി എന്ന് നമുക്ക് പറയാം. അതൊരു കമ്മിറ്റ്മെന്റ് ആണ് സൊസൈറ്റിയോടുള്ള. മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് സമൂഹത്തോടുള്ള ഒരു കടമയാണ്. അതുപോലെ തന്നെ സത്യസന്ധമായി ഫാക്ട് ചെക്കിംഗ്, ട്രാൻസ്പെറന്റ് ആയി, ഡൈവേഴ്സ് ആയിട്ട് വാർത്തകൾ ന്യൂസ് കവറേജിന് ഇവർ പ്രാമുഖ്യം കൊടുക്കും. അതുപോലെ തന്നെ മീഡിയ ലിറ്ററസിയും ക്രിട്ടിക്കൽ തിങ്കിങ് എമംഗ് ഓഡിയൻസും വളർത്തുന്നതിനും മാധ്യമ പ്രവർത്തനത്തിന് അതിൻ്റെതായ പങ്ക് ഉണ്ട് എന്നാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി പറയുന്നത്. അപ്പോൾ ഒരു മീഡിയ ഓർഗനൈസേഷൻസ് അക്കൗണ്ടബിൾ ആകും എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. സമൂഹത്തോട് ഒരു ഉത്തരവാദിത്തമുള്ള ഒരു മാധ്യമ പ്രവർത്തനമാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത്. അപ്പോൾ മോറോവർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി ക്യാൻ പ്രൊവൈഡ് എ ബേസിസ് ഫോർ ഹോൾഡിംഗ് മീഡിയ ഓർഗനൈസേഷൻ അക്കൗണ്ടബിൾ വെൻ ദേ മീറ്റ് ദീസ് സ്റ്റാൻഡേർഡ്. ചില സമയത്ത് ഈ സ്റ്റാൻഡേർഡുകൾ കീപ്പ് ചെയ്യാൻ മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനത്തിന് കഴിയാതെ വരുമ്പോൾ അത് ജനങ്ങൾ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകർ ഇത്തരം കടമകൾ തങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാക്കി മാധ്യമപ്രവർത്തനം നടത്തുമ്പോൾ ഇത്തരം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഭാഗമായി മാധ്യമപ്രവർത്തനം നടത്തുമ്പോൾ ഈ ഒരു ഇൻഡിപെൻഡന്റ് മോണിറ്ററിംഗ് റെഗുലേഷൻസും ഒക്കെ അവർ തന്നെ സ്വയം നടപ്പിലാക്കുമ്പോൾ സിവിൽ സൊസൈറ്റിയിൽ നിന്ന് ക്രിറ്റിസിസം അതുപോലെ ഇതും വരുമ്പോൾ അല്ലെങ്കിൽ പബ്ലിക് പ്രഷറും ഒക്കെ വരുമ്പോൾ ഒരു ഇൻഡിപെൻഡന്റ് മോണിറ്ററിംഗ് റെഗുലേഷൻസും ഈ മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉണ്ടാകും എന്നാണ് ഇതിനെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നത്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി അനുകൂലിക്കുന്നത്. അതായത് ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി പറയുന്നത് മാധ്യമ പ്രവർത്തനം സ്വതന്ത്രമായിരിക്കണം, പക്ഷേ അവർക്ക് ഉത്തരവാദിത്വം സമൂഹത്തോടാണ്. അത് ആ സമൂഹത്തോട് കാര്യങ്ങൾ സത്യസന്ധമായും കൃത്യമായും അവതരിപ്പിക്കുക എന്നതാണ് മാധ്യമപ്രവർത്തനത്തിന്റെ ജോലി, മാധ്യമപ്രവർത്തകരുടെ ജോലി എന്നാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി പുട്ട് ഫോർവേഡ് ചെയ്യുന്ന ആശയം എന്ന് പറയുന്നത്. ഇതാണ് 4ാമത്തെ തിയറി എന്ന് പറയുന്നത്. ദി 4 തിയറീസ് ഓഫ് പ്രസ് അല്ലെങ്കിൽ നോർമേറ്റീവ് തിയറീസ് ഓഫ് പ്രസ് എന്ന് പറയുന്ന 4 തിയറികൾ ആണ് ഇതൊക്കെ. ഒന്നാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതോറിറ്റേറിയൻ തിയറി, ലിബർട്ടേറിയൻ തിയറി, സോവിയറ്റ് റഷ്യൻ തിയറി. ആൻഡ് 4ാമത്തതാണ് ഇതെന്ന് പറയുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി എന്ന് പറയുന്നത്. ഈ തിയറി പുട്ട് ഫോർവേഡ് ചെയ്തത് 4 തിയറീസ് ഓഫ് പ്രസ് എന്ന് പറഞ്ഞിട്ട് സീബർട്ട്, പീറ്റേഴ്സൺ ആൻഡ് ഷ്രാം എന്ന് പറയുന്ന 3 കമ്മ്യൂണിക്കേഷൻ സ്കോളേഴ്സ് ചേർന്ന് 1956 ഇത്തരത്തിലുള്ളൊരു ഇത് പുട്ട് ഫോർവേഡ് ചെയ്തത്. ഇനി ഇതിനെ അനുകൂലിച്ചു. ഇനി ഇത് 4 മാത്രമല്ല, 1-2 തിയറികൾ കൂടി മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ നോർമേറ്റീവ് തിയറീസിന്റെ ഭാഗമാണ് എന്ന ഒരു കാഴ്ചപ്പാട് പിന്നീട് ഡെവലപ്പ് ചെയ്തു വന്നു. ആ 2 കാര്യങ്ങൾ കൂടി ഇന്ന് ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ടതുണ്ട്. അത് അടുത്തതായി ഡെവലപ്പ് ചെയ്തു വന്നത് ഡെവലപ്മെന്റൽ മീഡിയ തിയറി എന്ന കൺസെപ്റ്റ് ആണ്. അതായത് മാസ് മീഡിയക്ക് വാച്ച് ഡോഗ് റോള് മാത്രമാണോ ഉള്ളത്, അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന എല്ലാം നിരീക്ഷിക്കൽ മാത്രമല്ല, മീഡിയ പേഴ്സൺസ് എന്ത് ചെയ്യണം? ഒരു സൊസൈറ്റിക്ക് ഡെവലപ്മെന്റ് മീഡിയ തിയറി പറയുന്നത് മീഡിയ ക്യാൻ പ്രൊമോട്ട് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻ അണ്ടർ ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ്. അതായത് ഡെവലപ്മെന്റ് മീഡിയ തിയറി പറയുന്നത് മീഡിയയ്ക്ക് ഒരു റോള് കൂടിയുണ്ട്. ഇറ്റ് ക്യാൻ പ്രൊമോട്ട് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്, സാമൂഹികവും സാമ്പത്തികവുമായ വളർച്ചയ്ക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുക, പ്രത്യേകിച്ച് അണ്ടർ ഡെവലപ്ഡും അതുപോലെ തന്നെ ഡെവലപ്പിംഗ് കൺട്രീസ്, വികസിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിലും അതായത് വികസനങ്ങൾ ഒന്നും എത്താത്ത രാജ്യങ്ങളിലും ഒക്കെ ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തകർക്ക് ഒരു റോള് കൂടിയുണ്ട്. അതെന്താണ്? ദ മീഡിയ ക്യാൻ പ്രൊമോട്ട് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഗ്രോത്ത് എന്നുള്ളതായിരുന്നു. അപ്പോൾ മീഡിയ ക്യാൻ ഹെൽപ്പ് ടു ഫോസ്റ്റർ എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായിക്കുക, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, രാഷ്ട്രീയമായ അല്ലെങ്കിൽ ഒരു സ്റ്റേബിളായ ഒരു ഭരണം വരുന്നതിന്, അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെന്റിന്, സാമൂഹികമായ ഉന്നമനത്തിന് ഒക്കെ ബൈ പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ആൻഡ് പ്രൊമോട്ടിംഗ് ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി ആൻഡ് ഗുഡ് ഗവേണൻസ്, കൃത്യമായ വിവരങ്ങൾ പങ്കുവയ്ക്കുകയും അതുപോലെ തന്നെ ഒരു അക്കൗണ്ടബിൾ ആയി കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയും വഴി ആ രാജ്യത്തിന്റെ വികസനത്തിന്, പ്രത്യേകിച്ച് എക്കണോമിക് ഡെവലപ്മെന്റിനും സോഷ്യൽ ഡെവലപ്മെന്റിനും മാധ്യമങ്ങൾക്ക് പങ്കുണ്ട് എന്നാണ് ഡെവലപ്മെന്റൽ മീഡിയ തിയറി പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡെവലപ്പിംഗ് നേഷനിൽ മീഡിയ ഈസ് റെസ്പോൺസിബിൾ ഫോർ സപ്പോർട്ടിംഗ് റാദർ ദാൻ ക്രിറ്റിസൈസിംഗ് ദ ഗവൺമെന്റിനെ വിമർശിക്കുന്നതിനേക്കാൾ അപ്പുറം
എന്താണ് സപ്പോർട്ട് ചെയ്യേണ്ട റോളാണ് മാധ്യമപ്രവർത്തകർക്ക് ഉള്ളത് എന്നാണ് ഈ തിയറി പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഡെവലപ്പിംഗ് രാജ്യങ്ങളിൽ മീഡിയയ്ക്ക് എന്താണ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്തിനാണ്? ഫോർ സപ്പോർട്ടിംഗ് റാദർ ദാൻ ക്രിട്ടിസൈസിങ് ദ ഗവൺമെന്റ്. ഗവൺമെന്റിനെ വിമർശിക്കുന്നതിനപ്പുറം ഗവൺമെന്റിന്റെ പോളിസി, അതായത് രാജ്യത്തിന്റെ വികസനത്തിന്, സാമൂഹികവും സാമ്പത്തികവുമായ വികസനത്തിന് കൊണ്ടുവരുന്ന പോളിസികളെ സപ്പോർട്ട് ചെയ്യലാണ് മാധ്യമപ്രവർത്തനം. അപ്പോൾ ദിസ് റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണ് ഫുൾഫിൽ ചെയ്യുന്നത്? ഒരു ആക്യുറേറ്റും ഇമ്പാർഷ്യലുമായി ഇൻഫർമേഷൻസ് ജനങ്ങൾക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ സെർവ് ആസ് എ വാച്ച് ഡോഗ് ഓഫ് സൊസൈറ്റി. സമൂഹത്തിന്റെ വാച്ച് ഡോഗായി പ്രവർത്തിച്ച് എന്ത് ചെയ്യുക? പവറിലുള്ള ആളുകളെ അക്കൗണ്ടബിളും ആക്കുക. ഈ റോളാണുള്ളത്. അതായത് കൃത്യമായി ഈ വികസനം നടത്തുമ്പോൾ ആ പ്രവർത്തനങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നു, അല്ലെങ്കിൽ ആ പദ്ധതികൾ ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് മാധ്യമപ്രവർത്തകർ പരിശോധിക്കുകയും ഒപ്പം ഗവൺമെന്റിന്റെ ഇത്തരം നടപടികൾക്ക് പിന്തുണ നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മീഡിയക്ക് എന്ത് ചെയ്യാം? ഇറ്റ് ക്യാൻ പ്രൊമോട്ട് ഡെമോക്രസി, ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഗുഡ് ഗവേണൻസ്. അങ്ങനെ ചെയ്യുമ്പോൾ മാധ്യമ പ്രവർത്തകർക്ക് എന്ത് ചെയ്യാം? ഡെമോക്രസിയെ പ്രൊമോട്ട് ചെയ്യാം, ജനാധിപത്യത്തെ അതിനെ പ്രൊമോട്ട് ചെയ്യുകയും മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുകയും നല്ല ഗവേണൻസിന് അല്ലെങ്കിൽ നല്ല ഭരണത്തിന് അത് കാരണമാവുകയും ചെയ്യും. അതുപോലെ തന്നെ they can also play a critical role in addressing the social, economic and political challenges underdeveloped and developing countries face. ഈ രാജ്യങ്ങൾ, അണ്ടർഡെവലപ്ഡും ഡെവലപ്പിംഗ് രാജ്യങ്ങൾ അവരുടെ സാമൂഹികവും അല്ലെങ്കിൽ എക്കണോമിക്കും പൊളിറ്റിക്കലുമായിട്ടുള്ള ചാലഞ്ചസ് പുറത്തു കൊണ്ടുവരാനും അഡ്രസ് ചെയ്യാനും മാധ്യമപ്രവർത്തകർക്ക് പറ്റും എന്നാണ് ഈ തിയറി പറയുന്നത്. അതായത് സാമൂഹികവും രാഷ്ട്രീയവും അതുപോലെ തന്നെ സാമ്പത്തികവുമായ ഈ പല പ്രശ്നങ്ങളും ഈ സമൂഹത്തിൽ ഉണ്ടാവും. അതൊക്കെ അഡ്രസ് ചെയ്യാൻ മാധ്യമപ്രവർത്തകർക്ക് അത് എന്താണെന്ന് കണ്ടെത്തി അവതരിപ്പിക്കലാണ് മാധ്യമപ്രവർത്തനം എന്നാണ് ഇത് പറയുന്ന ഈ ഡെവലപ്മെന്റ് മീഡിയ തിയറി പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് തന്നെ എക്കണോമിക് ഗ്രോത്തിന് സഹായിക്കുന്ന നിലപാടുകളാണ് മാധ്യമപ്രവർത്തകർ എടുക്കുന്നത്. കുറച്ചു കാലങ്ങളായിട്ട് ഇന്ത്യ നമുക്കറിയാം റാപ്പിഡ് എക്കണോമിക് ഗ്രോത്തിന്റെ ഒരു കാലത്താണ്. ഇന്ന് നമുക്കറിയാം ഇറ്റ് ബിക്കം വൺ ഓഫ് ദ ലാർജസ്റ്റ് എക്കണോമീസ് ഇൻ ദ വേൾഡ്, അല്ലെ? ലോകത്തെ തന്നെ ഏറ്റവും വലിയ എക്കണോമി ആയിട്ട് ഡെവലപ്പ് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഒരു സിഗ്നിഫിക്കന്റ് ഫാക്ടർ എന്ന് പറയുന്നത്, ഈ ഗ്രോത്തിന് വേണ്ടി സഹായിച്ച ഒന്നെന്ന് പറയുന്നത് മീഡിയ ആണ് എന്ന് പറയാം. അതുപോലെ തന്നെ ഫ്രീ ആൻഡ് വൈബ്രന്റ് പ്രസ് ആണ് ഇത്തരത്തിൽ ഇന്ത്യയിൽ ഈ എക്കണോമിക് ഗ്രോത്തിന് സഹായകരമായ ഒന്നായി പ്രവർത്തിച്ചതെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ the media in India has played a crucial role in providing information and providing transparency and accountability. അതുകൊണ്ട് തന്നെ ഒരു ക്രൂഷ്യൽ റോളാണ് ഇന്ത്യയിലെ മാധ്യമപ്രവർത്തകർ നടത്തിയത്. ഇൻഫർമേഷൻസ് കൃത്യമായി നൽകുക, അതുപോലെ ട്രാൻസ്പെറൻസി, ഭരണത്തിലെ സുതാര്യത കൊണ്ടുവരിക, ഈ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അതിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ഉടൻ തന്നെ ചൂണ്ടിക്കാണിക്കുക. അങ്ങനെ രാജ്യത്തിന്റെ വികസനത്തിന് മാധ്യമപ്രവർത്തനം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഡെവലപ്മെന്റ് മീഡിയ തിയറി സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫേവറബിൾ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ബിസിനസ്സിനും ഇൻവെസ്റ്റ്മെന്റിനും ഒക്കെ കൂടുതൽ ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ മാധ്യമപ്രവർത്തകർക്ക് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനം വഴി കഴിയും എന്നാണ് ഡെവലപ്മെന്റ് മീഡിയ തിയറി പറയുന്നത്. പക്ഷേ ഇതിനെതിരെയും ചില വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് മാസ് മീഡിയക്ക് പലപ്പോഴും ടു ഒപ്റ്റിമിസ്റ്റിക് ആയി മാറുന്നു. അതായത് ഒരുപാട് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഡെവലപ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ, അതായത് പല കാര്യങ്ങളും നടക്കാത്ത സ്വപ്നങ്ങൾ എന്ന രീതിയിൽ, അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന പലതും നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ ആ പ്രത്യേക പരിസ്ഥിതിയിൽ നടപ്പിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും പലപ്പോഴും മാധ്യമപ്രവർത്തകർ ഡെവലപ്മെന്റ് പേരിൽ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് റിപ്പോർട്ടിംഗ് എന്നായി അവതരിപ്പിക്കുന്നു എന്നുള്ള വിമർശനങ്ങളൊക്കെ ഡെവലപ്മെന്റ് റിപ്പോർട്ടിങ്ങിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എപ്പോഴും നമുക്ക് പറയാവുന്നത് മീഡിയയ്ക്ക് ഒരു പോസിറ്റീവ് റോൾ ഉണ്ടാക്കാം, അത് പ്രത്യേകിച്ച് ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യുന്നതിന് ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് ഗവൺമെന്റിന്റെ പോളിസീസിനെ ക്രിട്ടിസൈസ് ചെയ്യുകയും അതുപോലെ തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു പോളിസി അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടുകയൊക്കെ ചെയ്യുന്നത് മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഇത് ഡെവലപ്മെന്റ് മീഡിയ തിയറിക്ക് നമുക്ക് പറയുകയാണെങ്കിൽ മാധ്യമപ്രവർത്തനത്തിന് ഒരു പുതിയ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് മാധ്യമപ്രവർത്തനത്തെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഡെവലപ്മെന്റ് മീഡിയ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡെവലപ്മെന്റ് മീഡിയ തിയറി ഡിക്ലെയർസ് ദാറ്റ് മീഡിയ ക്യാൻ പ്രൊമോട്ട് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻ അണ്ടർ ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ്. അതാണ്
എന്നുള്ളതാണ് ഈ തിയറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് വികസിത രാജ്യങ്ങളിൽ അല്ലെങ്കിൽ വലിയ ഡെവലപ്ഡ് രാജ്യങ്ങളിൽ ഈ തിയറിക്ക് വളരെയധികം പ്രസക്തിയില്ല. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലും മൂന്നാം ലോക മഹാരാജ്യങ്ങളിലും ഒക്കെയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ഡെവലപ്മെന്റ് മീഡിയ തിയറിക്ക് പ്രാധാന്യമുള്ളത് എന്ന് മനസ്സിലാക്കുക. ഡെവലപ്മെന്റ് മീഡിയ തിയറി അതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവർ പറയുന്ന ആ തിയറി പറയുന്നത് ഡെവലപ്പിംഗ് നാഷനില് മീഡിയയാണ് റെസ്പോൺസിബിൾ എന്നാണ്. ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിനേക്കാളും സപ്പോർട്ടിങ് ചെയ്യലാണ് അവരുടെ ജോലി എന്നൊക്കെയാണ് പറയുന്നത്. അത് ആക്യുറേറ്റും ഇമ്പാർഷ്യലുമായിട്ടുള്ള ഇൻഫർമേഷൻ പബ്ലിക്കിന് പ്രൊവൈഡ് ചെയ്യുകയും ഒപ്പം ദേ ക്യാൻ ഓൾസോ സെർവ് ആസ് എ വാച്ച് ഡോഗ് ഓഫ് സൊസൈറ്റി, സമൂഹത്തിന്റെ ഒരു വാച്ച് ഡോഗായി നിലനിന്നുകൊണ്ട് ഈ പദ്ധതികൾ നടപ്പിലാക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ പദ്ധതികളിലോ എന്തെങ്കിലും വീഴ്ചകളോ പോരായ്മകളോ ഉണ്ടെങ്കിലോ അത് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുക വഴി ഗവൺമെന്റിന്റെ വികസന നയങ്ങൾക്ക് ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് മാധ്യമ പ്രവർത്തനം എന്നാണ് ഡെവലപ്മെന്റ് മീഡിയ തിയറി പറയുന്നത്. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിനും സാമൂഹിക ഉന്നമതിക്കുമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയും അത് ഗവൺമെന്റ് മുന്നിൽ അവതരിപ്പിക്കുകയും ഇൻ കേസ് ഗവൺമെന്റ് നടപ്പിലാക്കുകയാണെങ്കിൽ ആ പദ്ധതികൾ ഗവൺമെന്റിന് ആവശ്യമായ പിന്തുണ നൽകുകയും ചെയ്യലാണ് മാധ്യമ പ്രവർത്തനം എന്നാണ് ഡെവലപ്മെന്റ് മീഡിയ തിയറി പറയുന്നത്. ഇതാണ് ഇപ്പോൾ അഡീഷണൽ ആയി 4 തിയറികൾക്ക് പുറമെ 5ാമതായി ഇതിനകത്തേക്ക് ആഡ് ചെയ്യപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ഡെവലപ്മെന്റ് മീഡിയ തിയറി. ഇനി ഒരെണ്ണം കൂടിയുണ്ട്, ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പന്റ് തിയറി. ഇത് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ പല തരത്തിലുള്ള മാധ്യമ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇത് പറയുന്നത് മാസ് മീഡിയയുടെ സപ്പോർട്ടോടുകൂടി ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ ഐഡിയ അതായത് എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മാധ്യമ പ്രവർത്തനം, അതായത് പറയുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി എന്നത് മാസ് മീഡിയ ഒരു പ്ലൂറലിസ്റ്റിക് സൊസൈറ്റിയിൽ ഒരു ഡെമോക്രാറ്റിക് അപ്രോച്ച് സ്വീകരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ സ്മോൾ മീഡിയ യൂണിറ്റ്സുകൾ ഉണ്ടാക്കുക. അതായത് ചെറിയ പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന പോലെ നമ്മുടെ രാജ്യത്ത് കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻസ് ഉണ്ട്. അതുപോലെ ഒരു പ്രദേശത്തിന്റെ വികസനത്തിന് ആവശ്യമായ കാര്യങ്ങൾ അവർ തന്നെ കണ്ടെത്തി അവർ തന്നെ അവതരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പന്റ് തിയറി എന്ന് പറയുന്നത്. അതായത് സ്മോൾ മീഡിയ യൂണിറ്റ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഇന്നോവേറ്റീവ് സ്മോൾ മീഡിയ യൂണിറ്റ്സ് ആൻഡ് ദ ഡയറക്ട് കൺട്രോൾ ഓഫ് ദ ഗ്രൂപ്പ് ഹു ഡെവലപ്പ് ദം. ആരാണോ ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അവരുടെ കൺട്രോളിനകത്ത് ഒരു ചെറിയ മീഡിയ യൂണിറ്റ്സുകൾ ഉണ്ടാക്കിയിട്ട് അതുവഴി ജനങ്ങളെ എല്ലാം ഇതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പന്റ് തിയറി. അതായത് വലിയ കുത്തകളുടെ കയ്യിൽ മാധ്യമപ്രവർത്തനം പോകുന്നതിന് പകരം ചെറിയ ആളുകളെ അല്ലെങ്കിൽ ചെറിയ ഗ്രൂപ്പുകളിലൂടെ മാധ്യമപ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പന്റ് തിയറി പറയുന്നത്. അപ്പോൾ ഗവൺമെന്റിന് എന്ത് ചെയ്യാം, ഫിനാൻഷ്യൽ സപ്പോർട്ടൊക്കെ ചെയ്യാം, ഇവർക്ക് സബ്സിഡിയോ അല്ലെങ്കിൽ ലോണോ ഒക്കെ കൊടുത്ത് ടെക്നിക്കൽ അസിസ്റ്റൻസോ കൊടുത്തിട്ട് മൈനിയർ മീഡിയ പാർട്ടിസിപ്പേഷൻസ് ഉണ്ടാക്കുക. അങ്ങനെയുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ കൊടുത്ത് ഇവർക്ക് ഓപ്പറേഷൻസും മാനേജ്മെന്റും ഒക്കെ പഠിപ്പിച്ച് സ്മോൾ സ്കെയിൽ മീഡിയ ഹൗസസിനെ ഉണ്ടാക്കിയെടുക്കുക. ഈ സ്മോൾ സ്കെയിൽ മീഡിയ ഹൗസസ് മാധ്യമ പ്രവർത്തനം നടത്തുക. ഇതാണ് ഈ തിയറിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇത് ചില രാജ്യങ്ങൾ വളരെ ഫലപ്രദമായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ഈ സം ഫോം ഓഫ് ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പന്റ് അപ്രോച്ച് ആണ് സ്വീകരിച്ചിരിക്കുന്നത്. വലിയ മുതലാളിമാരുടെ അല്ലെങ്കിൽ വലിയ ഏജൻസികളുടെ ഇടയിൽ മാധ്യമപ്രവർത്തനം കൊടുക്കുന്നതിന് പകരം ഗവൺമെന്റ് തന്നെ കുറച്ച് ആളുകളെ ട്രെയിൻ ചെയ്ത് അവർക്ക് വേണ്ട സബ്സിഡിയും ടെക്നിക്കൽ അസിസ്റ്റൻസും മൈനർ കൊടുത്ത് ഒരു ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ കൊടുത്ത് സ്മോൾ സ്കെയിൽ മീഡിയ ഹൗസസിനെ ഉണ്ടാക്കുക. ആ സ്മോൾ സ്കെയിൽ മീഡിയ ഹൗസസ് മാധ്യമ പ്രവർത്തനം നടത്തുക. ഇതാണ് ഈ തിയറിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്മോൾ മീഡിയ ഇവര് അതുവഴി സിറ്റിസൺസിനെ ആക്റ്റീവായി ഈ പബ്ലിക് ഡിസ്കോഴ്സിലേക്ക് പങ്കെടുപ്പിക്കാൻ പറ്റും. ഒരു പബ്ലിക് എൻഗേജ്മെന്റ് അവർക്ക് ഉണ്ടാക്കി, അതായത് ചെറിയ മാധ്യമ ആളുകളെ ഇതിലേക്ക് ഗ്രൂപ്പുകളെ ഇതിലേക്ക് കൊണ്ടുവന്ന് അതുവഴി മാധ്യമ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കമ്മ്യൂണിറ്റി റേഡിയോ പ്രാക്ടീസസ് എന്ന് പറയാവുന്നത്. ഇത് ഒരു മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിന് വോയിസ് കൊടുക്കുക, അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷനിലും അല്ലെങ്കിൽ പബ്ലിക് എൻഗേജ്മെന്റിലും അവർക്കും അവസരം കൊടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കേരളത്തിലും പല സ്ഥലത്തിലും ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻസ് ഉണ്ട്. ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് പറയാവുന്നത് വയനാട് മാറ്റൊലി എന്ന് പറയുന്നത് മാർജിനലൈസ്ഡ് സൊസൈറ്റിക്ക് വോയിസ് കൊടുത്തുകൊണ്ട് നടപ്പിലാക്കിയ ഒരു കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനാണ്. അതുപോലെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ കേരളത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഉണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചെറിയ റേഡിയോ ഗ്രൂപ്പുകൾ നമ്മൾ കാണാം. അതുവഴി മാധ്യമ പ്രവർത്തനം നടത്തലാണ് ഈ ഒരു തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ
ഇത് ഹൈലൈറ്റ് ചെയ്യുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ദ മീഡിയ ഇൻ പ്രൊമോട്ടിംഗ് ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ. ജനാധിപത്യ പ്രക്രിയയിൽ ഈ ജനങ്ങളെ പങ്കെടുപ്പിക്കുന്നതിൽ ഒരു വേദിയായി ഇത്തരത്തിൽ മാധ്യമങ്ങൾ മാറണം. ഈ മാധ്യമങ്ങൾ ദേ ഷുഡ് പ്രൊവൈഡ് ആക്യുറേറ്റ് ആൻഡ് അൺബയാസ്ഡ് ഇൻഫർമേഷൻ ടു ദ പബ്ലിക്. ജനങ്ങൾക്ക് കൃത്യമായും പക്ഷഭേദമില്ലാതെയും വാർത്തകൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണമെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പാർട്ടിസിപ്പേഷൻ വരുമ്പോൾ സിറ്റിസൺസിന്റെ ഇടയിൽ നിന്ന് തന്നെ എന്ത് ചെയ്യും, എക്സ്ചേഞ്ച് ഓഫ് ഐഡിയയും ഒപ്പീനിയൻ എമംഗ് സിറ്റിസൺസും രൂപപ്പെട്ടു വരാൻ ഇത് സഹായിക്കും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇത് ഇതിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത് ഇത് എല്ലാ സ്ഥലത്തും ഇത് ഐഡിയലിസ്റ്റിക് അല്ല എന്നാണ് ഈ ഒരു തിയറിയുടെ ഏറ്റവും വലിയ വിമർശനം. അത് സംടൈംസ് ചില സ്ഥലങ്ങളിൽ മാത്രമേ ഇത് പ്രാക്ടിക്കൽ ആവൂ എന്നാണ് ഇത് പറയുന്നത്. പക്ഷേ ചില സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ ഇത് ഫലപ്രദമായി നടപ്പിലാക്കി വന്നതായി നമുക്ക് കാണാൻ പറ്റും. ഇതാണ് പിന്നീട് രൂപപ്പെട്ടു വന്ന രണ്ട് തിയറികൾ. ഒന്ന് ഡെവലപ്മെന്റ് മീഡിയ തിയറി എന്ന് പറയുന്നത് മാസ് മീഡിയ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സഹായിക്കണം. രണ്ടാമത്തത് ചെറിയ ചെറിയ മീഡിയ ഹൗസുകൾ ഉണ്ടാക്കിയിട്ട് അതുവഴി മാധ്യമ പ്രവർത്തനം നടത്തണം. ഡെവലപ്മെന്റ് അതുവഴി ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തണം ഈ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ. ഈ രണ്ട് തിയറീസുമാണ് പിൽക്കാലത്ത് രൂപപ്പെട്ടു വന്ന രണ്ട് തിയറി. ഇതെല്ലാം ഇപ്പോൾ നോർമാറ്റീവ് തിയറീസിന്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഡെവലപ്മെന്റ് മീഡിയ തിയറി രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ ഉന്നതിക്ക് അല്ലെങ്കിൽ വളർച്ചയ്ക്ക് ആവശ്യമായ പിന്തുണ നൽകേണ്ടത് മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗമാണ് എന്നാണ് വാദിച്ചത്. രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അതാത് ഭരിക്കുന്ന കക്ഷികൾ ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുത്ത് അല്ലെങ്കിൽ സബ്സിഡീസോ അല്ലെങ്കിൽ ലോണോ അങ്ങനെയൊക്കെ കൊടുത്ത് ടെക്നിക്കൽ അസിസ്റ്റൻസ് കൊടുത്ത് മൈനർ മീഡിയ പാർട്ടിസിപ്പൻസിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അവര് എന്നിട്ട് മാധ്യമ പ്രവർത്തനം ചെയ്യണം. അതാണ് പറഞ്ഞ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. ഇതിന് സിറ്റിസൺസിന് അതുവഴി പബ്ലിക് ഡിസ്കോഴ്സിലും പബ്ലിക് എൻഗേജ്മെന്റിലും ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ പ്രവർത്തിക്കുന്നതിനുമുള്ള ഒരു സെൻസ് ഉണ്ടാക്കാനും ഒക്കെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ പോലുള്ള കൂട്ടായ്മകൾക്ക് കഴിയും എന്നാണ് ഈ തിയറി പറയുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ഫലപ്രദമായി നടപ്പിലാക്കിയിരിക്കുന്നത് ചെറിയ രാജ്യങ്ങളിലാണ്. പക്ഷേ അവിടെ ഡെവലപ്ഡ് രാജ്യങ്ങളാണ്. സ്കാൻഡിനേവിയൻ കൺട്രീസ് നമുക്കറിയാം, ഫിൻലൻഡ്, സ്വീഡൻ എന്നൊക്കെ പറയുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ ഇത് ഫലപ്രദമായി നടപ്പിലാക്കുന്നുണ്ട്. പക്ഷെ ഇതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ട്. കാരണം ഇത് എല്ലാ സ്ഥലത്തും ഇത് ഐഡിയലിസ്റ്റിക് ആവണമെന്നില്ല. ചില സ്ഥലങ്ങളിൽ മാത്രമേ ഇത് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഈ തിയറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ നമുക്കറിയാം, പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഓഡിയൻസ് ആണ്. അപ്പോൾ അവര് തന്നെ എന്ത് ചെയ്യുന്നു, ഡൈവേഴ്സ് ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ഡൈവേഴ്സ് പെർസ്പെക്റ്റീവ്സ് അവതരിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെമോക്രാറ്റിക് പാർട്ടി തിയറിക്ക് പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഒരുപാട് പ്രാധാന്യമുണ്ട്. കാരണം ഇവിടെ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ഇന്ന് ഓൺലൈനിൽ നടത്തുന്നത് എല്ലാവരും മാധ്യമപ്രവർത്തനം പഠിച്ച ആൾക്കാരൊന്നും അല്ല. അവർ തന്നെ അതിന് സിറ്റിസൺ ജേർണലിസം പോലുള്ള കൺസെപ്റ്റാണ് അതിനകത്ത് വരുന്നത്. അതായത് പ്രൊഫഷണലി ട്രെയിൻഡ് അല്ലാത്ത ആളുകൾ തന്നെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയും ഗ്യാദർ ചെയ്യുകയും ഡിസിമിനേറ്റ് ചെയ്യുകയും എന്ന കാലത്താണ് നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പന്റ് തിയറിയുടെ ഒരു റെലവൻസ് ഇന്ന് ഉണ്ട് എന്ന് പറയാം. കാരണം പബ്ലിക് എൻഗേജ്മെന്റ് ഇന്ന് കൂടുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ മീഡിയയിൽ ഒരുപാട് ആളുകളുടെ അല്ലെങ്കിൽ ആളുകളുടെ കോൺട്രിബ്യൂഷൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ചാറ്റ് ബോട്ടും ഒക്കെ വരുമ്പോൾ ഈ പാർട്ടിസിപ്പൻസിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ ഉത്തരവാദിത്വം നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ അതിനെ സഹായിക്കുന്ന തരത്തിൽ മാധ്യമ പ്രവർത്തകരും മാറേണ്ടതുണ്ട്. അപ്പോൾ ഇതിന് ഇപ്പൊ ഈ പറയുന്ന സിറ്റിസൺ ജേർണലിസം പോലുള്ള കൺസെപ്റ്റുകൾ പല രാജ്യങ്ങളും ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ സിറ്റിസൺസ് തന്നെ വാർത്ത കളക്ട് ചെയ്യുകയും ഡിസിമിനേറ്റ് ചെയ്യുകയും അതുപോലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് വന്നു. ഇപ്പൊ ഒരു സ്മാർട്ട് ഫോണുള്ള ആർക്ക് വേണമെങ്കിലും ഒരു ജേർണലിസ്റ്റ് ആയിട്ട് മാറാവുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ തിയറീസ് എല്ലാം വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇതാണ് ഈ നമ്മുടെ നോർമാറ്റീവ് തിയറീസ് ഓഫ് പ്രസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് അതോറിറ്റേറിയൻ, ലിബർട്ടേറിയൻ, സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് തിയറി, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി, അതുപോലെ ഡെവലപ്മെന്റൽ മീഡിയ തിയറി ആൻഡ് ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പന്റ് തിയറി. ഇത്രയുമാണ് നോർമാറ്റീവ് തിയറീസ് ഓഫ് പ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4 തിയറീസ് ഓഫ് പ്രസ് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യമായിട്ട് ഇത് അവതരിപ്പിക്കപ്പെട്ടത്. അതിനകത്ത് ആദ്യം പറഞ്ഞ 4 ആദ്യകാലങ്ങളിൽ. പിൽക്കാലത്താണ് ഈ രണ്ട് പറയുന്ന ഡെവലപ്മെന്റ് മീഡിയ തിയറിയും ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പന്റ് തിയറിയും ഇതിന്റെ ഭാഗമാക്കി മാറ്റുകയാണ് ചെയ്തത്. അത് പല രാജ്യങ്ങളിലും അതിന് പ്രാധാന്യമുള്ളത് കൊണ്ടാണ്
പ്രത്യേകിച്ച് ഡെവലപ്മെന്റൽ മീഡിയ തിയറിക്ക് ഡെവലപ്പിംഗും അണ്ടർ ഡെവലപ്ഡ് രാജ്യങ്ങളിലും മാധ്യമങ്ങൾക്ക് വളരെയധികം റോള് ഉണ്ട് എന്ന വസ്തുത നിലനിൽക്കുകയാണ് ഡെവലപ്മെന്റ് മീഡിയ തിയറി പോലുള്ളത് നോർമേറ്റീവ് തിയറി ഓഫ് പ്രസിന്റെ ഭാഗമായിട്ട് മാറിയത്. പ്രത്യേകിച്ച് ഇന്ത്യ പോലെ രാജ്യത്തിന് ഡെവലപ്മെന്റ് മീഡിയ തിയറിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നമുക്കറിയാം ഇന്ത്യയിൽ എന്താണ് ഇക്കണോമിക് ഗ്രോത്തിനെ ഡെവലപ്പ് അല്ലെങ്കിൽ ഇന്ന് ഇന്ത്യ ഒരു വലിയ എക്കണോമിക് ശക്തിയായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നതിന് മാധ്യമങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ റാപ്പിഡ് ആയിട്ടുള്ള ഒരു എക്കണോമിക് ഗ്രോത്ത് ഇന്ത്യയിൽ ഉണ്ടാവുമ്പോൾ അതിന് ലാർജസ്റ്റ് എക്കണോമി ആയിട്ട് മാറുമ്പോൾ അതിന് ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകർക്കും പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെ. ഒരു മീഡിയയും ഫ്രീ ആൻഡ് വൈബ്രന്റ് പ്രസ് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് മാധ്യമ പ്രവർത്തകർക്ക് ഇതിന് ഇടപെടാൻ പറ്റുകയും മീഡിയ ഒരു ക്രൂഷ്യൽ റോള് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിനും ട്രാൻസ്പെറൻസി ഉണ്ടാക്കുന്നതിനും അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കുന്നതിനും ഒക്കെ ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തനത്തിന് കഴിഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ അത് ഒരു ഇന്ത്യയിലെ ഒരു മോർ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ മാധ്യമ പ്രവർത്തനത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഡെവലപ്മെന്റ് മീഡിയ തിയറിയുമായി ബന്ധപ്പെട്ട് ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷെ അത് മാധ്യമപ്രവർത്തകർക്ക് ഈ മാധ്യമപ്രവർത്തനത്തിന് അതിൻ്റെതായ ഒരു റോള് സമൂഹത്തിൽ ഉണ്ട് എന്ന് ആണ് ഈ പറയുന്ന എല്ലാ തിയറികളും ഫോർവേഡ് പറയുന്നത്. ചില ആളുകൾ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെയുള്ള മാധ്യമപ്രവർത്തനം വേണം, ചിലർ ഗവൺമെന്റിന്റെ കൺട്രോളിൽ വേണം, അല്ലെങ്കിൽ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ് മാധ്യമപ്രവർത്തനം, അല്ലെങ്കിൽ സമൂഹത്തോട് ഉത്തരവാദിത്തമുള്ളതാണ് സാമൂഹ്യ പ്രവർത്തനം തുടങ്ങിയ പല കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നു. അപ്പൊ ഈ ഇന്ത്യയിൽ ഇന്ന് ലോകത്തെ പല രാജ്യങ്ങളിലും ഈ പറയപ്പെടുന്ന ഈ തിയറികളുടെ അടിസ്ഥാനത്തിലാണ് മാധ്യമപ്രവർത്തനം നടക്കുന്നത്. അത് ഓരോ രാജ്യങ്ങളുടെയും ഭരണത്തിന്റെയും അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരികളുടെ തീരുമാനം അനുസരിച്ച് പോകുന്ന മാധ്യമപ്രവർത്തനമുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ അതോറിറ്റേറിയൻ തിയറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ചില ഏകാധിപതികൾ ഭരിക്കുന്ന രാജ്യങ്ങൾ, പ്രത്യേകിച്ച് നോർത്ത് കൊറിയ പോലുള്ള രാജ്യങ്ങളിലൊക്കെ അതോറിറ്റേറിയൻ തിയറി പ്രാക്ടിക്കബിൾ ചെയ്യുന്നതാണ്. അതേസമയത്ത് ലിബർട്ടേറിയൻ തിയറി ഉള്ള രാജ്യങ്ങളുണ്ട്. അത് ചില രാജ്യങ്ങളിൽ മാധ്യമപ്രവർത്തകർക്ക് ഒരു ഇടപെടലും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകും, സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന രാജ്യങ്ങളുണ്ട്. അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളുണ്ട്. ചൈന പോലുള്ള രാജ്യങ്ങൾ അതിന് ഉദാഹരണമാണ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി പ്രവർത്തിക്കുന്ന രാജ്യങ്ങളുണ്ട്. അതുപോലെ ഡെവലപ്മെന്റ് മീഡിയ തിയറിയും അനുസരിച്ച് പ്രവർത്തിക്കുന്ന രാജ്യങ്ങൾ. അപ്പോൾ ഓരോ രാജ്യങ്ങളുടെയും സാമൂഹികവും സാമ്പത്തികവും അതുപോലെ തന്നെ ഭരണകൂട നയങ്ങളുമാണ് ഏത് തരത്തിലുള്ള മാധ്യമപ്രവർത്തനമാണ് ആ രാജ്യത്തിന് അഭികാമ്യം എന്ന് തീരുമാനിക്കപ്പെടുകയും അതിനനുസരിച്ചുള്ള മാധ്യമ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നത്. ഇതാണ് നോർമേറ്റീവ് തിയറീസ് ഓഫ് പ്രസ് എന്ന ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ശരി.